പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം നെയ്യാറ്റിൻകരയിൽ നിന്നും 190 ഗ്രാം MDMA-യുമായി MBA വിദ്യാർത്ഥി പിടിയിലായിരിക്കുകയാണ് എന്നതാണ്. നെയ്യാറ്റിൻകര അമരവിളയിൽ വെച്ചാണ് ഇയാളെ ഇപ്പോൾ എക്സൈസ് സംഘം MDMA-യുമായി പിടികൂടിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ സുഹൈൽ നസീർ എന്ന വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നതും. ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ അതിൽ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നതും. പ്രതിയിൽ നിന്ന് 190 ഗ്രാം MDMA ആണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. സുഹൈലിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാളെ പിടികൂടിയ പോലീസ് സംഘം സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളെ പരിശോധിക്കുകയും വ്യക്തമായി തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയുമാണ് ചെയ്തിരിക്കുന്നതും. അതേസമയം ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്നും പിടികൂടുന്ന അതായത് MDMA-യുമായി പിടികൂടുന്ന ഒരു ആദ്യത്തെ സംഭവം അല്ല ഇത്. ഇതിനു മുൻപും നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ചയാണ് നെയ്യാറ്റിൻകര അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് മയക്കുമരുന്ന് ഗുളികയുമായി മണിപ്പൂർ സ്വദേശിയെ പിടികൂടുന്നതും. മണിപ്പൂർ സ്വദേശി ബിനോയ് ഗുരുങ്ങിയെയാണ് പിടികൂടിയത്. ഇയാളിൽ നിന്നും നിരവധി ലഹരി വസ്തുക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയതും. അതുപോലെ തന്നെ ഷെഡ്യൂൾ H പ്രിസ്ക്രിപ്ഷൻ ഗ്രേഡ് ആയ 25.7 ഗ്രാം ട്രെമാഡോൾ ഗുളികകളാണ് ഇയാളുടെ കയ്യിൽ നിന്നും പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യവെയായിരുന്നു പ്രതിയെ പിടികൂടുന്നതും. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയ ബിനോയിയെ പരിശോധിച്ചപ്പോഴായിരുന്നു നിരവധി ലഹരി ഗുളികകൾ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തുന്നത്. യുവാവിന്റെ ഷൂസിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ലഹരി മരുന്നുകൾ ഉണ്ടായിരുന്നതും. അതുപോലെ തിരുവനന്തപുരം കരിക്കകത്തെ ഒരു സലൂണിൽ അവിടുത്തെ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഈ വിനോദ് എന്ന് പറയുന്ന മണിപ്പൂർ സ്വദേശിയായ ബിനോയ്. അതുപോലെ പ്രതിയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കുമെന്നും എക്സൈസ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർ പ്രവീൺ CVയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ ഒരു പ്രതിയെ പിടികൂടിയതും. അതേപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ 2 ലക്ഷം രൂപയോളം മൂല്യമുള്ള MDMA-യുമായി കാപ്പ കേസിൽ ഉൾപ്പെട്ട 23ഓളം കേസുകളിലുള്ള പ്രതി കഴിഞ്ഞ മാസം പിടിയിലായ വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. നെയ്യാറ്റിൻകര എക്സൈസ് പോലീസാണ് ഇയാളെയും പിടികൂടിയത്. മലയൻകീഴ് ആണപ്പാട് സ്വദേശിയായ അർജുനെയാണ് എക്സൈസ് സംഘം പിടികൂടിയതും. ബാംഗ്ലൂരുവിൽ നിന്നും സമാനമായ രീതിയിൽ ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ MDMA-യും കഞ്ചാവും കടത്തുകയും കാപ്പ കേസ് ഉൾപ്പെടെ തന്നെ നിരവധി മയക്കുമരുന്ന് കേസുകളിലും 7ഓളം മാലമോഷണ കേസുകളിൽ അടക്കം 10ഓളം ബൈക്ക് മോഷണ കേസുകളിലും പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ. നെയ്യാറ്റിൻകര എക്സൈസ് ലോഞ്ച് ഇൻസ്പെക്ടറായ പ്രശാന്തിന്റെയും റേഞ്ച് പാർട്ടിയുടെയും സംയുക്തമായ ഒരു ഏകദേശം 1 മാസത്തോളം നീണ്ട രഹസ്യ നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ തന്ത്രപരമായി പിടികൂടിയതും. എക്സൈസ് സംഘത്തെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ ശ്രമം വിപുലമാവുകയായിരുന്നു ചെയ്തതും. ബലപ്രയോഗത്തിലൂടെയാണ് പിന്നീട് പ്രതിയെ കീഴടക്കുന്നതും. 45 ഗ്രാമോളം MDMA-യും അതുപോലെ തന്നെ 52 ഗ്രാം കഞ്ചാവുമായിരുന്നു ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. ചില്ലറ വിൽപ്പന നടത്തുന്നതിനിടയിലായിരുന്നു ഇയാൾ നെയ്യാറ്റിൻകര എക്സൈസിന്റെ പിടിയിലാകുന്നതും. മാർക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ മൂല്യമുള്ള MDMA-യും കഞ്ചാവുമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയെടുത്തിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ലഹരി അടങ്ങിയ മരുന്ന് നൽകിയതിൽ പ്രകോപിതനായി മെഡിക്കൽ ഷോപ്പിന് നേരെയും ഒരു ആക്രമണം ഉണ്ടായ സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. നെയ്യാറ്റിൻകരയിലെ അപ്പോളോ മെഡിക്കൽ ഷോപ്പിന് നേരെയായിരുന്നു യുവാക്കളുടെ ആക്രമണം ഉണ്ടായതും. അതുപോലെ തന്നെ 3 യുവാക്കളായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ലഹരി സാന്നിധ്യമുള്ള മരുന്നാണ് ഇവർ ആവശ്യപ്പെട്ടതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമ നൽകുന്ന വിവരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചതും. ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ തന്നെ മരുന്ന് നൽകില്ല എന്ന് ജീവനക്കാർ മറുപടി നൽകിയതോടെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം അവിടെ നടന്നതും. മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിട്ട ബൈക്കും അക്രമികൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. കത്തി ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അതുപോലെ ഈ ഒരു കേസിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.